ഒരാൾ തല കുനിച്ചു പിടിച്ചു നടക്കുന്നത് ഒരിക്കൽ ഉമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അയാളെ വിളിച്ചു കൽപ്പിച്ചു, തല ഉയർത്തിപ്പിടിച്ചു നടക്കുക, ഇസ്ലാം രോഗിയല്ല. മറ്റൊരിക്കൽ ഒരാൾ പതിതനായി നടക്കുന്നത് കണ്ടപ്പോൾ ഉമർ പറഞ്ഞു, അക്രമി, അവനെന്തിന് നമ്മുടെ ദീനിനെ താറടിക്കുന്നു? ഈ രണ്ട് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതാണ്: ഉമറിന്റെ വീക്ഷണത്തിൽ മതബോധത്തിന്റെ താൽപര്യം മനുഷ്യൻ രോഗാതുരനെ പോലെ അവശതയും പതിത്വവും പ്രകടമാകും മട്ടിൽ നടക്കുകയല്ല. വല്ല മുസ്ലിമും അപ്രകാരം നടക്കുന്നത് കണ്ടാൽ അവർ അന്യരുടെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റായി പ്രതിനിധീകരിക്കുമെന്നും മറ്റ് മുസ്ലിങ്ങളിൽ അപകർഷബോധം ജനിപ്പിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഇത്തരമൊരു സംഭവത്തെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരാൾ വളരെ ക്ഷീണിതനായി നടക്കുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തു പറ്റിപ്പോയി? ആരോ ഒരാൾ അവരെ അറിയിച്ചു, ആ മാന്യൻ ഖുർആൻ പാരായണത്തിലും ഇബാദത്തിലും വിജ്ഞാന സമ്പാദനത്തിലും നിരതരായി കഴിയുന്ന